സിജു, ഗുഡ് മോർണിംഗ്. കുമ്പളയിലെ സ്കൂളിലാണ് പലസ്തീൻ വിഷയം ഉയർത്തിയതിന്റെ പേരിൽ അധ്യാപകർ തന്നെ മൈം തടസ്സപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശക്തമായ നടപടി ആ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഒപ്പം തന്നെ കലോത്സവം ഇന്ന് പുനരാരംഭിക്കുകയും ചെയ്യും, അല്ലേ? മനു, പലസ്തീൻ വിഷയമാക്കിയ മൈം തടഞ്ഞ അതേ സ്ഥലത്ത് ഇന്ന് ഈ മൈം അവതരിപ്പിക്കാൻ അവസരമൊരുക്കി. വിദ്യാഭ്യാസ വകുപ്പിന്റെ ശക്തമായ ഇടപെടലാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി തന്നെ ഇതിനെതിരെ ശക്തമായ വിമർശനമുയർത്തി രംഗത്ത് വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ മൈം ഇതേ സ്ഥലത്ത് അവതരിപ്പിക്കാൻ, അതേ വേദിയിൽ അവതരിപ്പിക്കാൻ അവസരമൊരുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇന്ന് ഈ മൈം ഇതേ സ്ഥലത്ത് നടക്കുന്നത്. ഇതേ വേദിയിൽ മത്സരം 12 മണിയോടുകൂടി നടക്കും. അതോടൊപ്പം തന്നെ രണ്ടാം ദിവസത്തെ കലാമത്സരങ്ങൾ മാറ്റിവെച്ചിരുന്നു. അത് ഇന്ന് നടക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിവാദമായ സംഭവം കുമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം മൈം മത്സരം വൈകുന്നേരം രാത്രി 7 മണിയോടുകൂടി നടക്കുന്നതിനിടെ 2 അധ്യാപകരെത്തി അത് തടസ്സപ്പെടുത്തുകയായിരുന്നു. പലസ്തീൻ വിഷയമാക്കിയ പലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശവും കുട്ടികൾക്കെതിരായ കൂട്ടക്കുരുതിയുമെല്ലാം വിഷയമാക്കിയ ഒരു മൈം അവതരണത്തിനിടെ അത് തടഞ്ഞുകൊണ്ട് അധ്യാപകർ രംഗത്ത് വരികയായിരുന്നു. ഇവർ 2 പേർ വേദിയിലേക്ക് കയറിക്കൊണ്ട് ഒരു 2 മിനിറ്റ് പിന്നിട്ടപ്പോൾ വേദിയിലേക്ക് കയറിക്കൊണ്ട് കർട്ടൻ ഇടാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. വലിയ വിവാദമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. SFI ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. DYFIയും പത്രക്കുറിപ്പിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇതിൻ്റെ പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടത്. ഇന്ന് ഈ മത്സരങ്ങൾ, രണ്ടാം ദിവസത്തെ മത്സരങ്ങൾ, മാറ്റിവെച്ച മത്സരങ്ങൾ നടക്കുമ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ മൈം മത്സരം വീണ്ടും നടത്തുക. അതോടൊപ്പം തന്നെ മറ്റ് മത്സരങ്ങളും പൂർത്തിയാക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. വിദ്യാഭ്യാസ വകുപ്പ് ശക്തമായ നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ടെടുത്തത്. പലസ്തീൻ വിഷയമാക്കിയ മൈം തടയാൻ ആർക്കാണ് അവകാശമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത്. ശക്തമായ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ അധ്യാപകരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇവർ പറയുന്നത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഈ മൈം അവതരിപ്പിച്ചു, ഈ പ്ലക്കാർഡുകൾ ഉയർത്തി, അതോടൊപ്പം തന്നെ അനുവദനീയമായതിൽ കൂടുതൽ കുട്ടികൾ ആ വേദിയിൽ കയറി എന്നുൾപ്പെടെയുള്ള കാരണങ്ങളാണ് ഈ കർട്ടൻ താഴ്ത്തിയതിൻ്റെ കാരണമായി ഇവർ പറയുന്നത്. പക്ഷേ അങ്ങനെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഇങ്ങനെ ഒരു മത്സരം നടന്നുവെങ്കിൽ തന്നെ അത് പാതി വഴിയിൽ മുടക്കേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടി പാതി വഴിയിൽ നിർത്തിവെക്കേണ്ടതുണ്ടോ, കർട്ടൻ ഇടുന്ന തരത്തിൽ ഇത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ ജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് അതുമായി പരിശോധിച്ച് വിശദമായ പരിശോധനകൾക്ക് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മനു.